ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാർഡനിങ് ആണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് 10 മണിയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. ഇപ്പോൾ 10 മണിയുടെ ട്രെൻഡിങ് സമയമാണല്ലോ. അപ്പം ഞാനും കുറേ രീതിയിൽ 10 മണി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 10 മണിയുടെ കുറേ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ സ്പേസ് മൊത്തം ഞാൻ 10 മണി നിറച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഇതെല്ലാം ഉപേക്ഷിച്ചതായിരുന്നു, ഇനി വെക്കുന്നില്ലെന്ന് വെച്ചതാണ്. പിന്നെയും ഇപ്പോൾ അത് അവിടെ പ്ലെയിനായിട്ട് കിടക്കുമ്പോൾ ഒരു വിഷമം പോലെ. അപ്പോൾ പിന്നെയും 10 മണി വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ 2 രീതിയിലും കൂടെ ഞാൻ വെച്ച് ശ്രമിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ആഴ്ചയിൽ 3 വീഡിയോ ഇടുന്നുണ്ട്. തിങ്കളാഴ്ച കുക്കിങ്ങും, ബുധനാഴ്ച ഗാർഡനിങ്, വെള്ളിയാഴ്ച തയ്യൽ, ക്രാഫ്റ്റ്, ക്രോഷേ അങ്ങനത്തെ വീഡിയോസ്. അല്ലാതെ ദിവസം രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഷോർട്സും ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഷോർട്സും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നോക്കണം. കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. 10 മണിക്ക് പൂക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് അതിനോടുള്ള സ്നേഹം മാറത്തില്ല. ഒത്തിരി പുതിയ കളേഴ്സൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ മാക്സിമം ചെയ്യുന്നത് എല്ലാ കളറും ഒന്നിച്ച് വെക്കാൻ നോക്കും. അപ്പോൾ അതിനകത്ത് പുതിയ കളറും നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഡിസ്പോസിബിൾ കുപ്പിക്കകത്തും അല്ലാതെ ചെറിയ പാത്രങ്ങളിലും എത്ര രീതിയിൽ വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വെക്കും. എവിടെയെങ്കിലും പിടിച്ച് കിട്ടിട്ട് നല്ല വെയിലുള്ളിടത്ത് എവിടെ വെച്ചാലും 10 മണി നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇടയ്ക്ക് ഇച്ചിരി ചാണകം വല്ലതും ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട. പിന്നെ പോച്ച ഇടയ്ക്ക് ഒത്തിരി അതിനകത്ത് പോച്ചയും അത് ദിവസവും നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 10 മണിയുടെ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ ബോൺസായി ആയിട്ടും അങ്ങനെ ഓരോ രീതികളിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഡിസ്പോസിബിൾ കുപ്പിയില, ഈ നമ്മൾ കറിയൊക്കെ മേടിക്കുന്ന കുപ്പിയില വെച്ച് നോക്കാമെന്ന്, ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് ഓരോരോ ഷേപ്പിൽ. അപ്പം ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്. ഞാൻ ആദ്യം ഡിസ്പോസിബിൾ ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു. അത് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കമ്പി ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ അത് ഞാനിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിനകത്ത് വെച്ച് ആ ഒരു ഷേപ്പിൽ നമുക്ക് ബോൺസായി പോലെ നിർത്തി നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിനകത്ത് ആ കമ്പിയുടെ കയറ്റി വയ്ക്കുകയാണ്. അപ്പം നമുക്ക് മേളിൽ ഇങ്ങനെ പ്ലേറ്റ് പോലെ പറന്ന് നിൽക്കും. അതിനകത്ത് ഈ 10 മണി ചുറ്റി കയറ്റി വിട്ടാൽ അത് വെട്ടി വിടുമ്പോൾ അത് ഇച്ചിരി കൂടെ ക്ലോസായിട്ട് ഒത്തിരി തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ വെക്കാനാണ്. ഇപ്പോൾ ഇതേണ്ട കമ്പി ഞാൻ അതിനകത്ത് കയറ്റി വെച്ചു. 10 മണിയെല്ലാം അതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ നൂല് കൊണ്ടോ എന്തെങ്കിലും വെച്ച് അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ അത് താഴെ പോകാതിരിക്കാൻ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റമെല്ലാം കണ്ടിച്ച് വിടണം. അപ്പം പിന്നെ അവിടെ നിന്ന് കുറേ ബ്രാഞ്ച് കൂടെ വരും. അപ്പം നല്ല തിക്കായിട്ട് വരും. അത് കഴിഞ്ഞ് പൂവുണ്ടാകുമ്പോൾ ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയ രീതിയിൽ ഞാൻ വെച്ച 10 മണി എങ്ങനെയുണ്ട്, ഇതിൻ്റെ ബാക്കി ഇനി ഇച്ചിരി കൂടെ ആയിക്കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.